നമസ്കാരം, ഞാൻ വൃന്ദ. എല്ലാവർക്കും ഹെവൻ ഓഫ് പ്ലാന്റ്സിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ബൊഗൈൻവില്ലയുടെ അടുത്തൊന്നുമല്ല. അപ്പൊ എന്റെ ബാക്കിലുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പൊ ഇത് നമ്മുടെ മണിമുല്ലയാണ്. മണിമുല്ല ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. അപ്പൊ മണിമുല്ലയുടെ കുറെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത്. വായു. ഇത് നമ്മൾ ഇന്ന് നിൽക്കുന്നതേ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള റീന ആന്റിയുടെ വീട്ടിലാണ് കേട്ടോ. റീന ആന്റിയുടെയും മോഹൻ ചേട്ടന്റെയും ഒരു വലിയൊരു പ്രയത്നമാണ് ഈ ഒരു ഗാർഡൻ. അതായത് ഈ ഒരു ഗാർഡൻ കുറേ സ്പേസിലാണ് കേട്ടോ ഗാർഡൻ. ഒരു യു വി ഉണ്ട്. ആ യു വിയിൽ ഇങ്ങനെ പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു. കുറേ ഓർക്കിഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ മണിമുല്ലയാണ് കേട്ടോ. മണിമുല്ലയുടെ കാഴ്ചകളൊക്കെയാണ്. മണിമുല്ല ഇന്ന് കണ്ടിട്ട് വന്നാലോ? വായോ. അപ്പൊ ഞാൻ എന്നും ആന്റിയോട് ചോദിക്കാറുണ്ട്, മണിമുല്ല ഇങ്ങനെ പൂത്ത് ഇങ്ങനെ നിറച്ച് മൊട്ടുകളൊക്കെ ആയിട്ട് നിന്നൊരു സമയമുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ എന്നും ചോദിക്കും, മണിമുല്ല എപ്പോഴാ പൂക്കണേ എന്ന് ചോദിക്കും. അപ്പൊ ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു, വൃന്ദേ മണിമുല്ല പൂത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പം നോക്കി, ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഒരു നല്ലൊരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിന്റെ ഇപ്പുറത്ത് ഉള്ള ഒരു പ്ലാവ് കംപ്ലീറ്റ് മണിമുല്ല കയറി കിടക്കാണ്. എന്നെ ഒരു ഭംഗിയാണെന്ന് നോക്കിയേ. നമ്മള് പറയത്തില്ലേ, പടക്കത്തിനൊക്കെ തീ കൊടുത്താൽ എങ്ങനെ ഇരിക്കും, അതേപോലെ തന്നെയാണ് കേട്ടോ മണിമുല്ല പൂത്ത് കിടക്കുന്നത്. നോക്കിയേ, ഇത് മൊത്തം തേനീച്ചകളാണ് കേട്ടോ. ഇതിനകത്ത് സാറ് ക്രിസ്മസും ഒക്കെ ആയതുകൊണ്ട് കുറെ ഇതിനകത്ത് LED ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നൈറ്റ് ആവുമ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഭംഗിയാണ് കേട്ടോ. ഇത് തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലവർ എല്ലാം കൊഴിഞ്ഞു തുടങ്ങും. നമുക്ക് ഒരാഴ്ച ഒക്കെ ഉണ്ടാവുള്ളൂ ഫ്ലവറിന്റെ ഒരു ലൈഫ്. പക്ഷെ ആ ഒരാഴ്ച നമുക്ക് നമ്മുടെ കണ്ണിന് ഭയങ്കര ഒരു, എന്താ പറയുന്നത്, കുളിർമയാണോ എന്നാ പറയണമെന്ന് പോലും അറിയത്തില്ല. നമുക്കൊരു ഭ്രാന്ത് പിടിച്ച പോലെ മണിമുല്ല പൂക്കുന്നത്. നോക്കിയേ, മണിമുല്ലയുടെ ആ ഒരു ഭംഗി നോക്കിയേ, എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ കാണാൻ? ഇത് മൊത്തം തേനീച്ചകളാട്ടോ. ഇവിടെ മൊത്തം തേനീച്ചകളാണ്, ഫുള്ള് തേനീച്ച. അപ്പൊ സാറിന്റെ ഒരു യു വി ഷെഡ് ഉണ്ട് ഇതിന്റെ സൈഡില്. ഇവിടെയും സാറ് കുറെ പ്ലാന്റുകൾ ഇങ്ങനെ ആക്കി കൊണ്ടുവരുന്നുണ്ട്. ഇത് സാറിന്റെ ഒരു വലിയൊരു പനയാണ്. അപ്പൊ നമ്മുടെ ഓർണമെന്റൽ പനയാണ്. അപ്പൊ ആ പനയെ കയറി ഇങ്ങനെ ചുറ്റി വരിഞ്ഞു കയറിയിരിക്കുകയാണ് കംപ്ലീറ്റ്. നോക്കി, നിങ്ങളും കൂടി കണ്ടോളൂ കേട്ടോ. ഈ ഭംഗി നിങ്ങളൊന്ന് ആസ്വദിച്ചോളൂ. ഒലേസിയ എന്ന വലിയ കുടുംബത്തിലുള്ള ഈ മണിമുല്ലക്കുട്ടിയുടെ ശാസ്ത്രീയ നാമം എന്താണെന്ന് അറിയണ്ടേ? പൊറോണ പാനിക്കുലേറ്റ. പൂക്കളാൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇവൾ പല വിളിപ്പേരുകളിൽ അറിയപ്പെടാറുണ്ട്. നാഗമുല്ല എന്നും, ക്രിസ്മസ് ജാസ്മിൻ എന്നും, സ്റ്റാർ ജാസ്മിൻ എന്നും, ഏഞ്ചൽ വിങ് ജാസ്മിൻ, അങ്ങനെ നീളുന്നു ഈ സുന്ദരി കുട്ടികളുടെ പേരുകൾ. സാമാന്യം നല്ല സുഗന്ധമുള്ളതിനാൽ ഇവൾ പൂത്തു തുടങ്ങിയാൽ തേനീച്ചകളുടെ ഒരു വിഹാര കേന്ദ്രമാണ് മണിമുല്ലയുടെ പൂക്കൾ. നന്നായി നീർവാർച്ചയുള്ളതും യഥേഷ്ടം സൂര്യപ്രകാശം കൂടി കിട്ടുന്ന ഒരു സ്ഥലം കൂടി തിരഞ്ഞെടുത്താലോ? പൂക്കളാൽ തിങ്ങി നിറഞ്ഞു നിൽക്കും. ഇവളുടെ പൂക്കളുടെ ഭംഗി എങ്ങനെ പറഞ്ഞാണ് ഇനിയും വർണ്ണിക്കേണ്ടത്? പൂക്കൾ വിടർന്നു തുടങ്ങിയാലോ? പൂക്കളുടെ നറുമണം നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ വ്യാപിച്ചു തുടങ്ങും. എന്നായാലും ഇവളൊരു അഡാർ ഐറ്റം തന്നെയാണ് കേട്ടോ. നമ്മുടെ മണിമുല്ലക്കുട്ടി പുറം രാജ്യക്കാരിയാണ്. തായ്ലൻഡ്, തായ്വാൻ, ചൈന, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളൊക്കെ കടന്ന് നമ്മുടെ കൊച്ചു കേരളക്കരയിൽ എത്തിയ ഈ സുന്ദരി കുട്ടിക്ക് തണുത്ത കാലാവസ്ഥയാണ് കൂടുതൽ ഇഷ്ടം. പൂത്തു തുടങ്ങിയാലോ? പടക്കത്തിന് തീ കൊടുത്താൽ എങ്ങനെയുണ്ടാവും? അതാണ് അവസ്ഥ. എങ്ങനെയുണ്ട്?
അപ്പൊ നമ്മുടെ മോഹൻ സാറും റീന ചേച്ചിയുടെ ഒരു ഗാർഡന്റെ ഒരു ഭംഗി നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാട്ടോ ഇപ്പുറത്ത് നമ്മളൊരു യു വി സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ യു വിയിൽ കുറെ പെറ്റൂണിയാസും ഓർക്കിഡ്സും ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടൊക്കെ പോട്ടുകളിലൊക്കെ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത ഓർക്കിഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാ ഒന്ന് നോക്കിയേ, കുറെ ഡാൻസിങ് ഗേളും കുറെ ഓർക്കിഡ്സും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോർഷൻ ഇവിടെ ആണെങ്കിൽ ഈ ഒരു യു വിയിൽ കംപ്ലീറ്റ് ഓർക്കിഡ്സ് ഉണ്ട് കേട്ടോ. ഞാനതൊന്ന് കാണിക്കാമേ. ഇതൊക്കെ സാറിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ കുറെ പ്ലാന്റ്സുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ. നോക്കി, പോപ്പിയുടെ വെറൈറ്റി എല്ലാം നല്ല കിടുക്കാച്ചി ഐറ്റംസ് ആണ് കേട്ടോ. ഇതാ നോക്കി, ഇതാരാന്ന് നോക്കി, നമ്മുടെ ബെറ്റി റോസ് കേട്ടോ. അപ്പൊ കുറേ വെറൈറ്റീസ് സാർ ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോർഷൻ എല്ലാം ഇങ്ങനെ ഓർക്കിഡ്സ് ഒക്കെ വെച്ചതാ നോക്കി, കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പൊ ഇനിയിപ്പോ ചിലപ്പം ഒരു 1 ഇയർ ഒക്കെ കഴിയുമ്പോൾ ഈ ഷെഡ് കംപ്ലീറ്റ് ഓർക്കിഡ്സ് ആയിരിക്കും. ഇവിടെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് കുറച്ച് നമുക്ക് പെറ്റൂണിയുടെ കുറെ കട്ടിങ്സ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. പെറ്റൂണിയസ് കുറെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഈ ഒരു പോർഷനിലെല്ലാം. ഇതൊക്കെ സാറ് വളരെ പാഷനോട് ചെയ്യുന്ന കേട്ടോ. രണ്ടാളും കൂടി ഭയങ്കര പാഷനോട് ചെയ്യുന്നതാ. പക്ഷെ ഇന്നിപ്പം രണ്ടാളും സ്ഥലത്തില്ല. ഒരാൾക്ക് പനിയും കൂടിയാണ്. സാറിന്ന് സ്ഥലത്തില്ല, ഒരാൾക്ക് പനിയും കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാട്ടോ ഇന്ന് നമുക്ക് വീഡിയോയിൽ ആരും ഇല്ലാണ്ടായി പോയത്. അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ട് നമുക്ക്. പക്ഷെ എന്നാലും നമ്മുടെ പ്ലാന്റ്സ് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ലേ. കാരണം മണിമുല്ല പൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഷോർട്ട് പീരീഡ് കൊണ്ട് തന്നെ പൂക്കൾ കൊഴിഞ്ഞു തീരും. അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കാണിക്കണ്ടേ. അപ്പൊ ഇന്ന് തന്നെ ഫ്ലവർ വിരിഞ്ഞു എന്ന് ആന്റി വിളിച്ചു പറഞ്ഞപ്പോൾ പനിയായിട്ട് ഒരാൾ അകത്ത് കിടപ്പുണ്ട്. പക്ഷെ എന്നാലും വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വളരെ കൊറിയർ ഒന്ന് കൊടുക്കണം, 5:30 ആവുന്നു, സമയം 5:30 ആവുന്നു, എന്നാൽ കൂടിയിട്ടും ഇതിന്റെ ഇടയിൽ കൂടെ ഓടി വന്ന് എടുത്തത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഭംഗിയും ഈ ഒരു എന്താ പൂക്കളുടെ ഒരു ഘോഷയാത്രയാണ്. അപ്പൊ ഇത് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ എനിക്ക് വലിയൊരു മിസ്സിങ് ആവില്ലേ. അതുകൊണ്ടാട്ടോ ഇന്ന് നിങ്ങളെ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ സമയം ഒക്കെ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് എടുക്കാൻ ശ്രമിച്ചത്. അഡീനിയം സുന്ദരികൾ അടുത്ത വേനൽക്കാലത്തെ വരവേൽക്കാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അഡീനിയം പൂക്കളുടെ സമയമായി തുടങ്ങിയല്ലേ. ഇവരുടെ കാഡക്സിൻ്റെ ഭംഗി കണ്ടാൽ തന്നെ മനസ്സിലാവും ചെടികളുടെ ഒരു ക്വാളിറ്റി. എത്ര തരം ചെടികളാണെന്നോ ഒന്നിൽ. വ്യത്യസ്ത ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത അഡീനിയം സുന്ദരികളാണിവർ. ഇവർ പൂക്കട്ടെ അടുത്ത വേനലിനെ വരവേൽക്കാനായി. അപ്പൊ ഇവിടെ സാറിന്റെ വീടിന്റെ ഫ്രണ്ടില് ഒരു കോർട്ട്യാർഡ് ഉണ്ട്. അപ്പൊ കോർട്ട്യാർഡിലൊക്കെ സാർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ കുറെ PVC പൈപ്പിൽ സാർ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് കുറെ ഓർക്കിഡ്സ്. നമ്മുടെ സീസൺ വരാവിന്റെ പ്ലാന്റ് ഉണ്ട്, കുറെ പ്ലാന്റ്സുകൾ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടൊക്കെ ആണെങ്കിലും ഈ ഒരു പോർഷനിലൊക്കെ നമ്മൾ കുറെ ബാസ്കറ്റ് വാൻഡാസ് ഒക്കെ വെച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാസ്കറ്റ് വാൻഡാസ് ഒക്കെ ഇതിൽ കെട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ഫ്ലവർ ചെയ്യും. കറക്റ്റ് ആയിട്ട് ഫെർട്ടിലൈസറും എല്ലാം വീഴുന്നതുകൊണ്ട് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേപോലെ കുറെ പോർഷനിലൊക്കെ സാർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മണിമുല്ലയുടെ കാഴ്ചകളൊക്കെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഞാൻ ആകെ കിളി പോയി നിൽക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണേ. അപ്പം നോക്കി, എങ്ങനെയുണ്ട്? ഇഷ്ടമായോ എല്ലാവർക്കും? അപ്പൊ നെക്സ്റ്റ് നല്ലൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.